നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലവിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരങ്ങളിൽ ഒരാളും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ ഇനി ഫുട്ബോളിലും ഒരു കൈ നോക്കാൻ തയ്യാറെടുക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ ഒരു ടീമിന്റെ സഹ ഉടമകളിൽ ഒരാളായി സഞ്ജു മാറിയേക്കും. നിലവിൽ ദുലീപ് ട്രോഫി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഡി ടീമിന്റെ ഭാഗമാണ് സഞ്ജു സാംസൺ. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിലാണ് അദ്ദേഹമുള്ളത്. പക്ഷേ ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റനായ ഇന്ത്യൻ സി ടീമുമായി ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ പ്ലേയിങ് 11-ൽ സഞ്ജു ഉൾപ്പെട്ടിട്ടില്ല. ഇതിനിടെയാണ് ഫുട്ബോളിലേക്ക് താരം ഗ്രാൻഡ് എൻട്രി നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളിൽ ഒന്നായ മലപ്പുറം FC-യുടെ സഹ ഉടമയാകാനാണ് സഞ്ജു സാംസണിന്റെ നീക്കം എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ടീമുടമയായി സഞ്ജു വരികയാണെങ്കിൽ അത് മലപ്പുറം FC-യുടെ ബ്രാൻഡ് വാല്യൂ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നിലവിലെ കേരള കായിക താരങ്ങളിൽ ആരാധക പിന്തുണയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ, അതായത് സഞ്ജു സാംസണെ വെല്ലാൻ മറ്റൊരാളില്ല എന്നതാണ് യാഥാർത്ഥ്യം. മികച്ച ഫുട്ബോളർ കൂടിയാണ് സഞ്ജു എന്ന് പണ്ട് പറയാറുണ്ട്. സഞ്ജു സാംസൺ മികച്ചൊരു ക്രിക്കറ്റർ മാത്രമല്ല, മികച്ചൊരു ഫുട്ബോളർ കൂടിയാണെന്ന് പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വസതിക്ക് അടുത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ക്രിക്കറ്റിൽ മത്സരങ്ങളില്ലാത്ത സമയങ്ങളിൽ പോലും പലപ്പോഴും കൂട്ടുകാർക്കൊപ്പം മനോഹരമായി ഫുട്ബോൾ കളിക്കുന്ന സഞ്ജുവിൻ്റെ വീഡിയോകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയകളിലടക്കം വൈറലായിരുന്നു. മാത്രമല്ല IPL-ൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം ഉള്ള പരിശീലന സെഷനുകളിലും ടീമംഗങ്ങൾക്കൊപ്പം അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. മികച്ച വേഗതയും ഡ്രിബ്ലിംഗ് പാഠവുമെല്ലാം സഞ്ജുവിനുണ്ട്. അതുപോലെ തന്നെ ഷൂട്ടിംഗ് മികവെല്ലാം സഞ്ജുവിന് ഉള്ളതാണ്. ഫുട്ബോളിനെ താൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്ന ഇവയിലൂടെ തന്നെ അദ്ദേഹം കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ക്രിക്കറ്റിൽ അവഗണനയുണ്ട് എന്ന് നിൽക്കുന്ന, അതായത് ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജുവിനെ എടുക്കുന്നില്ല, ഇന്ത്യൻ ടീമിൽ നിന്ന് അവഗണന നേരിടുന്നു എന്നുള്ള പ്രചാരണങ്ങൾക്കിടെയാണ് സഞ്ജു ഈ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നാണ് മറ്റൊരു വിഭാഗം ചർച്ച ചെയ്യുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു സാംസണിനെ പോലെ നിരന്തരം അവഗണനകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ അപൂർവം താരങ്ങളെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ടീമിലേക്ക് നറുക്ക് വീണാലും ഭൂരിഭാഗം കളിയിലും പ്ലേയിങ് 11-ൽ ഇടം കിട്ടാതെ സഞ്ജു തഴയപ്പെടുന്നതാണ് പതിവ്. ഈ വർഷം T20 ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകാൻ സഞ്ജുവിന് സാധിച്ചെങ്കിലും ടൂർണമെൻറ്റിലെ ഒരു മത്സരത്തിൽ പോലും, സന്നാഹ മത്സരം ഒഴിച്ച ടൂർണമെൻറ്റിലെ പ്രധാന മത്സരങ്ങളിലൊന്നും തന്നെ സഞ്ജു കളിച്ചതുമില്ല. ഋഷഭ് പന്തിനെയാണ് ടൂർണമെൻറ്റിൽ ഉടനീളം ഇന്ത്യ കളിപ്പിച്ചത്. ലോകകപ്പിന് ശേഷം സിംബാബ്വെ, ശ്രീലങ്ക പര്യടനങ്ങളിലും സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായെങ്കിലും എല്ലാ മത്സരത്തിലും പ്ലേയിങ് 11-ൽ നിന്നും സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. ദുലീപ് ട്രോഫിക്ക് വേണ്ടി ആദ്യം തിരഞ്ഞെടുത്ത ഇന്ത്യ A, B, C, D ടീമുകളിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിരുന്നതുമില്ല. ഇത് ആരാധകരെ തീർത്തും നിരാശരാക്കുകയായിരുന്നു. എന്നാൽ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നതിന് തലേ ദിവസം ഇഷാൻ കിഷൻ പിന്മാറിയതോടെ അവസാന നിമിഷം സഞ്ജുവിന് ടീമിലേക്ക് വിളിയെത്തുകയായിരുന്നു. പക്ഷേ ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് പ്ലേയിങ് 11-ൽ ഇടം ലഭിച്ചില്ല. KS ഭരതിനെയാണ് പകരം ഇന്ത്യ D ടീം കളിപ്പിച്ചത്.